മലപ്പുറത്ത് KT സ്വാലിഹ് തയ്യാറാണ്. സ്വാലിഹ്, ഏത് രീതിയിലാണ് മലപ്പുറത്തെ പോളിംഗ് ശതമാനം? ഒടുവിൽ വന്ന കണക്കുകൾ, മറ്റ് ബൂത്തുകളിലൊക്കെയുള്ള തിരക്ക് ഈ അവസാന മണിക്കൂറുകളിൽ ഏത് രീതിയിലാണ്? വിനിഷ, 69% മുകളിലേക്ക് പോളിംഗ് ശതമാനം എത്തിയിട്ടുണ്ട്. വലിയ പോളിംഗ് മലപ്പുറത്ത് ഒരു ഭേദപ്പെട്ട പോളിംഗ് തന്നെ ഉണ്ട്. നമുക്ക് രാവിലെയൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം താരതമ്യേന ബൂത്തുകളിൽ തിരക്ക് കുറവാണ്. ഇപ്പോഴും ഞാൻ നിൽക്കുന്നത് നഗരസഭയിലാണ്. നഗരസഭയിലേക്ക് ഏതാണ്ട് ബൂത്തുകളെല്ലാം തന്നെ ഇതേ അവസ്ഥയിലാണ്. താരതമ്യേന തിരക്ക് കുറവാണ്. ഒന്നോ രണ്ടോ ആളുകൾ മാത്രം വന്ന് വോട്ട് ചെയ്ത് മടങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ തിരക്ക് വളരെ കുറവാണ്. അതേസമയം മറ്റു ചില നഗരസഭകൾ, മഞ്ചേരി, വളാഞ്ചേരി പോലുള്ള നഗരസഭകളിലാണ് വലിയ പോളിംഗ് ഉള്ളത്. മഞ്ചേരി നഗരസഭയിൽ രാവിലെ മുതൽ തന്നെ വലിയ പോളിംഗ് ഉണ്ടായിരുന്നു. വലിയ വാശിയൊക്കെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ ഈ മേഖലയിലൊക്കെ തന്നെ നടന്നിരുന്നു. നമുക്കറിയാം, സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി ജമാഅത്തെ ഇസ്ലാമി UDF സഹകരണമൊക്കെ വലിയ തോതിൽ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പാണ്. അതൊക്കെ സ്വാഭാവികമായും ഈ SIRുമായി ബന്ധപ്പെട്ട ചില ഭയങ്ങൾ, വോട്ടെടുപ്പിൽ പങ്കെടുക്കാതിരുന്നാൽ വലിയ പ്രശ്നമുണ്ടാകുമോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ, ഇതൊക്കെ ഈ പോളിംഗ് ശതമാനം കൂടാനുള്ള ഒരു സാധ്യതയായി പറയുന്നുണ്ട്. രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ മുസ്ലിം ലീഗ് നേതാക്കളും അതോടൊപ്പം CPIM ജില്ലാ സെക്രട്ടറിയും ഒക്കെ മലപ്പുറത്ത്, പ്രത്യേകിച്ച് മലബാറിലൊക്കെ പോളിംഗ് ശതമാനം കൂടാനുള്ള ഒരു സാധ്യത അവർ വിലയിരുത്തിയിരുന്നു. അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞതും ഇതൊക്കെയാണ്. അതോടൊപ്പം തന്നെ വലിയ രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ ചർച്ചയായതുകൊണ്ടും പൊതുവിൽ വോട്ടർമാർക്ക് വലിയ വാശിയൊക്കെ ഉണ്ടായിരുന്നത് നമുക്ക് രാവിലെ പോളിംഗ് ബൂത്തിൽ നിന്ന് കാണാനും കഴിഞ്ഞിരുന്നു. ഇപ്പോഴും പല ബൂത്തുകളൊക്കെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ടെങ്കിലും ഭേദപ്പെട്ട ഒരു പോളിംഗ് മലപ്പുറം ജില്ലയിൽ ഉണ്ടായിട്ടുണ്ട്. വിനിഷ, ശരി. നിലവിൽ സ്വാലിഹ് പറയുന്ന കണക്ക് പ്രകാരം 69% മുകളിലേക്ക് മലപ്പുറം ജില്ലയിൽ വോട്ടർ ടേൺ ഔട്ട് കടന്നു കഴിഞ്ഞു. ഭേദപ്പെട്ട പോളിംഗ് തന്നെയാണ് നിലവിലത്തെ ഈ സമയത്തിൽ. ഇനി ഏതായാലും 1.5 മണിക്കൂർ കൂടി ബാക്കിയുണ്ട്. 1 മണിക്കൂർ 30 മിനിറ്റ് ബാക്കിയുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകൾ ബൂത്തിലേക്ക് എത്താനും വോട്ടർ ടേൺ ഔട്ട് കൂടാനുമുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്.